ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് LP/UPയുടെ എക്സാം നമുക്കറിയാവുന്ന പോലെ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അതിനുള്ള കോച്ചിങ് നമ്മുടെ ടോസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ, ടീച്ചേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ, ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അഡ്മിഷൻ നേടുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ രൂപീകരണത്തിലേക്കൊക്കെ സഹായിച്ച കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ദാദാബായ് നവറോജി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ദാദാബായ് നവറോജി ആരാണ്? ഇന്ത്യൻ എക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും ഒക്കെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. അപ്പോൾ ദാദാബായ് നവറോജിയെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങളുണ്ട്. എക്കണോമിക്സിന്റെ മേഖലയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. എങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. 1866 ഈ ഒരു അസോസിയേഷൻ അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതുപോലെ നമ്മുടെ INC 1985 രൂപീകൃതമായത് നമുക്കറിയാം അല്ലെ. അപ്പോൾ INCയുടെ പ്രസിഡന്റ് ആയിട്ട് 3 സമ്മേളനങ്ങളിൽ അദ്ദേഹം INC പ്രസിഡന്റ് ആയിട്ടുണ്ട്. 1886 നടന്ന കൊൽക്കത്ത സമ്മേളനം, 1893 നടന്ന ലാഹോർ സമ്മേളനം, പിന്നീട് 1906 കൊൽക്കത്തയിൽ വെച്ച് തന്നെ നടന്ന സമ്മേളനം. അങ്ങനെ 3 സമ്മേളനങ്ങളിൽ അദ്ദേഹം INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദാദാബായ് നവറോജി ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു. അതിന്റെ പേരാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാബായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ മുംബൈയിലെ എൻഫിൽസ്റ്റൺ കോളേജിൽ പ്രൊഫസർ ആയിരുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോവുകയാണ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന ആദ്യമായിട്ട് നടത്തുന്നത് ദാദാബായ് നവറോജിയാണ്. അത് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ട് പറയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് വോയിസ് ഓഫ് ഇന്ത്യ, രാസ്ത് ഗോഫ്താർ. ഇത് ഈയിടെ നടന്ന PSC എക്സാമുകളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, രാസ്ത് ഗോഫ്താർ. അപ്പം അതുപോലെ വോയിസ് ഓഫ് ഇന്ത്യ, ഈ 2 പത്രങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാദാബായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. ഏതൊക്കെയാണ്? വോയിസ് ഓഫ് ഇന്ത്യ, രാസ്ത് ഗോഫ്താർ. അതുപോലെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ദാദാബായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? ദാദാബായ് നവറോജി. അതുപോലെ അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ദാദാബായ് നവറോജിയാണ്. അതുപോലെ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും അദ്ദേഹം തന്നെയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം, ഇതിന്റെയൊക്കെ ഉപജ്ഞാതാവായിട്ട് നമ്മൾ പറയുന്നത് ദാദാബായ് നവറോജിയെ കുറിച്ചാണ്. അപ്പം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നവറോജി ആരംഭിച്ച പത്രങ്ങൾ വോയിസ് ഓഫ് ഇന്ത്യ, രാസ്ത് ഗോഫ്താർ, അതുപോലെ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ഏഷ്യക്കാരനാണ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവും ദാദാബായ് നവറോജി തന്നെയാണ്. ബ്രിട്ടനിൽ ഇന്ത്യയുടെ ആദ്യ അനൌദ്യോഗിക പ്രതിനിധിയായിട്ട് പോകുന്നതും ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കുന്ന വ്യക്തി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, എക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആരാണ്? ദാദാബായ് നവറോജി. അപ്പം ഇന്ത്യൻ എക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവാണ് ആരാണ്? ദാദാബായ് നവറോജി തന്നെയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും ദാദാബായ് നവറോജി തന്നെയാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ? ഇന്ത്യൻ എക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവ്, ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ബ്രിട്ടീഷ് പാർലമെന്റിലെ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ 1985 രൂപീകൃതമായ INCയുടെ ആ ഒരു പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ്.
അപ്പോൾ ഈ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് അദ്ദേഹം ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാലാ ലജ്പത് റായിയാണ്. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത് ലാലാ ലജ്പത് റായിയാണ്. ഈ പുസ്തകത്തിലാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് ദാദാഭായ് നവറോജി തന്റെ ആ ഒരു വീക്ഷണം പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചാണ്. രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുമ്പോൾ അല്ലെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരനും അതുപോലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടും വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ജറസംഗോ ഭവൻ, കൊൽക്കത്തയിലെ ജറസംഗോ ഭവനിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. 1861 മുതൽ 1941 വരെയുള്ള ആ ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അച്ഛന്റെ പേര് ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛൻ. അതുപോലെ അമ്മയുടെ പേര് ശാരദാ ദേവി. ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ഈ ഗുരുദേവ് എന്ന് പറയുന്ന ആ ഒരു വിശേഷണം ടാഗോറിന് കൊടുക്കുന്ന ആരാ? ഗാന്ധിജിയാണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗാന്ധിജിയാണ്. അതുപോലെ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മാത്രമല്ല, ആദ്യത്തെ ഏഷ്യക്കാരൻ തന്നെ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. 1913 അദ്ദേഹം അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടുന്ന വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ 1913. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചു. നമ്മൾ മഹാത്മാഗാന്ധി എന്നാണ് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് അല്ലെ. അപ്പോൾ ഈ മഹാത്മാ എന്നുള്ള ആ ഒരു വിശേഷണം ഗാന്ധിജിക്ക് കൊടുത്തത് ആരാ? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിനെ ഗാന്ധിജി എന്നും വിളിച്ചു, ഗുരുദേവ് എന്നും വിളിച്ചു. ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചപ്പോൾ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഋതുരാജൻ എന്നാണ് ജവഹർലാൽ നെഹ്റുവിനെ ടാഗോർ വിശേഷിപ്പിച്ചത്. അതുപോലെ നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയുടെ മാത്രമല്ല മറ്റൊരു രാജ്യത്തിന്റെയും കൂടെ ദേശീയ ഗാനം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്തിന്റെ ആയിരിക്കും? ബംഗ്ലാദേശിന്റെയാണ്. അമർ സോന ബംഗ്ല എന്ന് പറയുന്ന ആ ഒരു കൃതി രചിച്ചിരിക്കുന്നതും ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ആ സമയത്തൊക്കെ 1971 വരെയുള്ള കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെയായിരുന്നു വന്നിരുന്നത് അല്ലെ. 1971 ബംഗ്ലാദേശ് ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലായും രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ തന്നെ ആണ്. അതുപോലെ എന്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഋതുരാജൻ എന്ന് ടാഗോർ ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചു എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഗുരുദേവ് എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ച ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, ഇനി ടാഗോർ ശാന്തിനികേതൻ എന്ന് പറഞ്ഞൊരു വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു വിദ്യാലയം ആരംഭിക്കുന്നത് 1901 1901. 1901 അദ്ദേഹം ശാന്തിനികേതൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1911 നടന്ന കൊൽക്കത്ത സമ്മേളനത്തിലാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന, ഇപ്പോൾ നമ്മൾ പാടുന്ന ജനഗണമന എന്ന് പറയുന്ന ആ ഒരു ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നത് 1911 കൊൽക്കത്തയിൽ വെച്ച് നടന്ന ആ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ദേശീയ ഗാനത്തിന് അന്ന് പറഞ്ഞിരുന്ന പേര് ഭാരത് വിധാത എന്നുള്ള ആ ഒരു പേരിലായിരുന്നു നമ്മുടെ ദേശീയ ഗാനം അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ജനഗണമന എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, നമ്മുടെ ദേശീയ ഗാനത്തിന് ആദ്യം ഭാരത് വിധാത എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1911 INC സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നത്. ഇനി ഈ ജനഗണമന എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്ന വ്യക്തി റാം സിംഗ് താക്കൂർ ആണ് കേട്ടോ. റാം സിംഗ് താക്കൂർ ആണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. അതുപോലെ ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ വർഷം 1913 ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെ ഉത്തരം
രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഇനി ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അപ്പൊ ടാഗോറിന്റെ ആദ്യത്തെ കവിതാ സമാഹാരമായിട്ട് അറിയപ്പെടുന്നത് കവി കഹാനി എന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരമാണ്. അതുപോലെ ടാഗോറിന്റെ ആദ്യ ചെറുകഥയാണ് ഭിക്കാരിണി. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവരുടെയൊക്കെ കൃതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഏതെങ്കിലുമൊക്കെ എക്സാമിന് ഇത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ടാഗോറിന്റെ ആദ്യ കവിതാ സമാഹാരം കവി കഹാനി, ടാഗോറിന്റെ ആദ്യ ചെറുകഥ ഭിക്കാരിണി. ഓക്കെ. അതുപോലെ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂർ ആണ്. ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീതാഞ്ജലിയാണ്. 1913 അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് പരിഭാഷപ്പെടുത്തിയത്? G. ശങ്കരക്കുറുപ്പാണ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഗീതാഞ്ജലിയുടെ ആമുഖം എഴുതിയത് W.B. ഈറ്റ്സ് എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. പ്രശസ്തനായിട്ടുള്ള W.B. ഈറ്റ്സ് ആണ് ഗീതാഞ്ജലിയുടെ ആമുഖം എഴുതിയിരിക്കുന്നത്. ഇനി 1915 ടാഗോറിന് സർ പദവി നൽകിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ്. 1915 ടാഗോറിന് സർ പദവി കൊടുക്കുന്നത്. പക്ഷേ 1919 വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നു അല്ലെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടാഗോർ തന്റെ സർ പദവി ഉപേക്ഷിച്ചു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടാഗോർ തന്റെ സർ പദവി ഉപേക്ഷിച്ചു. ഇനി ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറിയ വർഷം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1921 ആണ്. 1921 നടന്ന മറ്റു ചില സംഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മലബാർ കലാപം അല്ലെ, നമ്മുടെ മലബാർ കലാപം കേരളത്തിലെ വലിയൊരു പ്രക്ഷോഭമായിരുന്നു 1921 നടന്ന മലബാർ കലാപം. ആ വർഷത്തിൽ തന്നെയാണ് വിശ്വഭാരതി സർവകലാശാല ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു വർഷം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് ടാഗോറിനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ടാഗോറും അദ്ദേഹത്തിന്റെ കൂടെ CF ആൻഡ്രൂസും ഇവർ രണ്ടുപേരും കൂടെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922 ആണ്. 1922 ടാഗോറും CF ആൻഡ്രൂസും കൂടെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. അതുപോലെ ഓർത്തിരിക്കുക, ശാന്തിനികേതൻ 1901 അദ്ദേഹം സ്ഥാപിക്കുന്നത്. അത് 1921 വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുന്നു. ക്ലിയർ ആണല്ലോ. അതുപോലെ സർ പദവി 1919 ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം അദ്ദേഹം ഉപേക്ഷിക്കുന്നു. അതുപോലെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് G. ശങ്കരക്കുറുപ്പാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ താജ്മഹലിന് അദ്ദേഹം ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ വിശേഷണം? കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്നാണ് അദ്ദേഹം താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിലെ കഥകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അല്ലെ. കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്നാണ് അദ്ദേഹം താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനും നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അമർത്യ സെന്നിന് അമർത്യ എന്ന് പറയുന്ന ആ ഒരു പേര് നൽകിയത് ടാഗോറാണ് കേട്ടോ. ടാഗോറാണ് അമർത്യ എന്ന് പറയുന്ന ആ ഒരു പേര് അമർത്യ സെന്നിന് കൊടുക്കുന്നത്. ഇനി ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ അദ്ദേഹം ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന വ്യക്തി കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്നൊക്കെ രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിക്കുന്നത് ആരാണ്? ഗാന്ധിജിയാണ്. ഓൾ ഇന്ത്യ റേഡിയോ നേരത്തെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ നമ്മൾ ആകാശവാണി ഒത്തിരി കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഓൾ ഇന്ത്യ റേഡിയോ എന്നായിരുന്നു ആദ്യം ഇതിന്റെ പേര്. പിന്നീടാണ് ആകാശവാണി എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന് പറയുന്ന ആ ഒരു പേര് കൊടുത്തത് ആരാണ്? ടാഗോറാണ് കേട്ടോ. അപ്പൊ അത് ഓർത്തു വെക്കുക. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത് ടാഗോറാണ്. ഇനി ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഡോക്ടറേറ്റ് ബിരുദം കൊടുത്തു 1940. 1941 അദ്ദേഹം അന്തരിച്ചു. 1940 അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ഡോക്ടർ ബിരുദം ലഭിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഒരു നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് വാൽമീകി പ്രതിഭ. വാൽമീകി പ്രതിഭ എന്ന് പറഞ്ഞൊരു നാടകവും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഓർത്തു വെക്കുക. ശിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു എന്ന് ടാഗോർ വിശേഷിപ്പിച്ച നിർമ്മിതി. ശിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് എന്ത് നിർമ്മിതിയെ കുറിച്ചാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചാണ്.
കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചാണ് ശിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ടാഗോറിന്റെ ആത്മകഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവൻ സ്മൃതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ടാഗോറിന്റെ മറ്റു പ്രശസ്ത കൃതികളാണ് ഗോര. ഗോര പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഗോര, കാബൂളിവാല, ദ പോസ്റ്റ് ഓഫീസ്, ദ ഗാർഡനർ, ഭിഖാരിണി, ഗോൾഡൻ ബോർഡ്, ദ കിങ് ഓഫ് ദ ഡാർക്ക് ചേംബർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഗോര വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോര, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ദ പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുപോലെ ഫാനുസിംഹൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും ടാഗോറാണ് കേട്ടോ. ഫാനുസിംഹൻ എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ BR അംബേദ്കറിനെ കുറിച്ചാണ് നോക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന, ദളിതരുടെയും താഴ്ന്ന ജാതിക്കാരുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന പല നിയമങ്ങളും ഇന്ത്യയിൽ ഉണ്ടാവാൻ കാരണമായ ഒരു വ്യക്തി BR അംബേദ്കർ. 1891 മുതൽ 1956 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന കരാർ ഒപ്പുവെക്കുന്നത് 1932 ഓക്കെ, അപ്പോൾ 1932 അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പൂന കരാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി BR അംബേദ്കർ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, അല്ലെങ്കിൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ BR അംബേദ്കറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ അംബേദ്കർ സ്ഥാപിച്ച ഒരു സഭയാണ് ഭാരതീയ ബുദ്ധ മഹാസഭ. 1955 അദ്ദേഹം ഈ ഒരു സഭ സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹം ബുദ്ധമതം ആണ് സ്വീകരിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളെ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഭാരതീയ ബുദ്ധ മഹാസഭ എന്ന് പറയുന്ന ഒരു സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ അംബേദ്കർ ആരംഭിച്ച ഒരു പത്രമുണ്ട്, മൂകനായക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പത്രമാണ് മൂകനായക്. അംബേദ്കർ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അയിത്ത ജാതിയാണ് മഹർ. മഹർ എന്ന് പറയുന്ന അയിത്തങ്ങളിലൊക്കെ ഏറ്റുവാങ്ങിയിരുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു ജാതിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, മഹർ പ്രസ്ഥാനം അല്ലെങ്കിൽ മഹർ എന്ന് പറയുന്ന ആ ഒരു അയിത്ത ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അംബേദ്കർ. ഹിതകാരിണി സഭ, ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി എന്നിവ സ്ഥാപിച്ച വ്യക്തിയാണ് അംബേദ്കർ. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം നാഗ്പൂറാണ്. നാഗ്പൂർ വെച്ചിട്ടാണ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്നത്. ഓക്കെ, അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അനുച്ഛേദം 32 ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, ബഹിഷ്കൃത ഹിതകാരിണി സഭ, ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി എന്നിവ സ്ഥാപിച്ചതാരാണ്? അംബേദ്കർ ആണ്. അതുപോലെ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം നാഗ്പൂരാണ്. ഇനി അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അനുച്ഛേദം 32. അതുപോലെ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ BR അംബേദ്കർ ആണ്. അംബേദ്കർ മാത്രമല്ല എങ്കിലും അദ്ദേഹം 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അംബേദ്കറുടെ മരണശേഷം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. അദ്ദേഹം നേരത്തെ രചിച്ചിരുന്നതാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിന്റെ പേരാണ് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. അംബേദ്കർ ജയന്തിയായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ് ഏപ്രിൽ 14 കേട്ടോ. മഹാപരിനിർവാൺ ദിവസമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 6. മരണാനന്തര ബഹുമതിയായിട്ട് അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം എന്ന് പറയുന്നത് 1990 മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. ഏത് വർഷമാണ്? 1990 മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. അതുപോലെ അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യ ഭൂമിയാണ് കേട്ടോ. അതുപോലെ അംബേദ്കറുടെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, കാസ്റ്റ് ഇൻ ഇന്ത്യ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, വെയിറ്റിംഗ് ഫോർ എ വിസ, ബുദ്ധ ഓർ കാറൽ മാർക്സ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, കാസ്റ്റ് ഇൻ ഇന്ത്യ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, വെയിറ്റിംഗ് ഫോർ എ വിസ, ബുദ്ധ ഓർ കാറൽ മാർക്സ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അതുപോലെ അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് നാണയം പുറത്തിറക്കിയ വർഷം 2015 ഡിസംബർ 6. ഡിസംബർ 6 എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ച ദിവസമാണ്. 1956 ഡിസംബർ 6 അദ്ദേഹം മരിക്കുന്നത്. ആ ദിവസം തന്നെയാണ് മഹാപരിനിർവാൺ ദിവസമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ ആ ഡേറ്റിൽ തന്നെയാണ് അംബേദ്കറിനെ ആദരിച്ചുകൊണ്ട് 2015 നാണയം പുറത്തിറക്കപ്പെടുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് പ്രധാനമായിട്ടും അംബേദ്കറിനെ കുറിച്ച് പറയാനുള്ളത്. അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബാബാ സാഹിബ് അംബേദ്കർ എന്നറിയപ്പെടുന്ന വ്യക്തി, ബാബാ സാഹിബ് എന്നൊക്കെ അറിയപ്പെടുന്നത് അംബേദ്കർ ആണ്. ബാബാ സാഹിബ് എന്ന് പറയുന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. മമ്മൂട്ടിയാണ് അതില് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ബാബാ സാഹിബ് എന്ന് പറയുന്ന ആ ഒരു സിനിമ. അതുപോലെ ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അംബേദ്കർ. സ്വാതന്ത്ര്യ ആദ്യത്തെ നിയമമന്ത്രി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവും അംബേദ്കർ തന്നെയാണ്. അതുപോലെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി കൂടിയാണ് അംബേദ്കർ. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് കാളയെ പോലെ അധ്വാനിക്കൂ മുനിയെ പോലെ ജീവിക്കൂ. കാളയെ പോലെ അധ്വാനിക്കൂ മുനിയെ പോലെ ജീവിക്കൂ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് അംബേദ്കർ. അതുപോലെ ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു ബാബാ സാഹിബ് അംബേദ്കർ എന്നറിയപ്പെടുന്നു. ആധുനിക മനു എന്നറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. അതുപോലെ കാളയെ പോലെ അധ്വാനിക്കൂ മുനിയെ പോലെ ജീവിക്കൂ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് ബാബാ സാഹിബ് അംബേദ്കർ എന്നറിയപ്പെടുന്ന BR അംബേദ്കർ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ള പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുള്ള രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പോൾ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 1897 മുതൽ 1945 വരെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ദുരൂഹതകളുണ്ട്. ഇതുവരെ അദ്ദേഹത്തിന്റെ മൃത ശരീരാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു വിമാനാപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ് കരുതുന്നത്. ഓക്കെ, ഇനി ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ് കേട്ടോ. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ CR ദാസ് ആണ്. ചിത്തരഞ്ജൻ ദാസ്, ദേശബന്ധു എന്നറിയപ്പെടുന്ന ചിത്തരഞ്ജൻ ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരു ആയിട്ട് അറിയപ്പെടുന്നത്, രാഷ്ട്രീയ ഗുരുവായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ്. ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ് 1928 സ്ഥാപിതമാകുന്നത്. സുഭാഷ് ചന്ദ്രബോസും അതുപോലെ ജവഹർലാൽ നെഹ്റുവുമായിരുന്നു ഈ സമിതി രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ് കേട്ടോ, ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ് 1928. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്തയുടെ മേയർ ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. 1930-31 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം കൊൽക്കത്ത മേയർ ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1938, 1939 2 വർഷങ്ങളിലാണ് അദ്ദേഹം INC പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 1938 നടന്ന ഹരിപുര സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആകപ്പെടുന്നത്. പിന്നെ 1939 വീണ്ടും അദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ ഗാന്ധിജിയുടെ നോമിനി ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ച പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം 1939 INCയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് പട്ടാഭി സീതാരാമയ്യക്കെതിരെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ നോമിനി ആയിരുന്നു പട്ടാഭി സീതാരാമയ്യ എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പോൾ 1938 INC സമ്മേളനം ഹരിപുരയിൽ വെച്ച് നടന്നു. 1939 ത്രിപുരയിലും വെച്ച് നടന്നു. അതുപോലെ ഇതിനൊക്കെ ശേഷം അദ്ദേഹം INCയിൽ നിന്നൊക്കെ വിട്ടിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണ്. 1939 ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിക്കുന്നത്. 1939 മെയ് 3-നാണ് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ പാർട്ടിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫോർവേഡ് ബ്ലോക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പോൾ ഈ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ നോട്ടമിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച രഹസ്യനാമങ്ങളാണ് സിയാവുദ്ദീൻ, അതുപോലെ ഓർലാൻഡോ മസോട്ട എന്നൊക്കെ പേരുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഓർലാൻഡോ മസോട്ട എന്ന പേരിൽ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, അതുപോലെ സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ലീഗ് കിഴക്കനേഷ്യയുടെ നിയന്ത്രണം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഏറ്റെടുക്കുകയും തുടർന്ന് ഇതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ ആർമി, ഇതിനുശേഷം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ സിംഗപ്പൂരിൽ വെച്ചിട്ട് അദ്ദേഹം
റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യ ഇൻഡിപെൻഡൻസ് ലീഗ് കിഴക്കനേഷ്യയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അതിനുശേഷമാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞൊരു യൂണിറ്റ് 1943 അദ്ദേഹം രൂപീകരിക്കുന്നത്. അപ്പോൾ INA-യുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ ആർമി 1943 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുന്നത് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും കൂടിയാണ്. മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും കൂടിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എവിടെയാണ് നേതാജി സ്വതന്ത്ര ഇന്ത്യയിലെ താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിംഗപ്പൂരാണ്. സിംഗപ്പൂരിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു താൽക്കാലിക ഗവൺമെന്റ് INA-യുടെ നേതൃത്വത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതുപോലെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ അംഗീകരിച്ച രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ അദ്ദേഹം രൂപീകരിക്കുന്നു 1942. 1942 ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറഞ്ഞൊരു സംഘടനയും സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചു. അപ്പൊ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഈ രാജ്യങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി ആയിട്ട് പിന്നീട് മാറി. 1943 ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി ആയിട്ട് മാറുന്നത്. അപ്പോൾ ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമിയൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിട്ടായിരുന്നു ഝാൻസി റെജിമെന്റ്. അപ്പോൾ ഈ ഝാൻസി റെജിമെന്റിന്റെ മേധാവിയായിട്ട് ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു INA-യുടെ ഝാൻസി റെജിമെന്റിന്റെ വനിതാ വിഭാഗത്തിന്റെ ലീഡറായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഷാഹിദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് നമ്മുടെ നിലവിലെ ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ആയിട്ട് വരുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെയാണ്. ഷാഹിദ്, സ്വരാജ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ദ്വീപുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻഡമാനും നിക്കോബാറുമാണ്. അപ്പോൾ ജപ്പാന്റെ കൈവശമായിരുന്നു ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉണ്ടായിരുന്നത്. ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് ഇത് ജപ്പാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ടോജോ ആയിരുന്നു ആ സമയത്ത് ജപ്പാന്റെ പ്രധാനമന്ത്രി ആയിട്ട് ഇരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഷാഹിദ്, സ്വരാജ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഐലൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തമായിട്ടുള്ള ചില രചനകളാണ്. ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ, ദ ഇന്ത്യൻ സ്ട്രഗിൾ. സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണമായിട്ടുള്ള ഒരു ആത്മകഥയും കൂടെ ഉണ്ട് കേട്ടോ. ആത്മകഥയുടെ പേരാണ് ആൻ ഇന്ത്യൻ പിലിഗ്രിമേജ്. ആൻ ഇന്ത്യൻ പിലിഗ്രിമേജ് എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണമായിട്ടുള്ള ആത്മകഥയാണ്. അതുപോലെ തായ്വാന്റെ തലസ്ഥാനമായ തായ്പേയിൽ നടന്ന വിമാനാപകടത്തില് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പല അന്വേഷണ കമ്മീഷനുകളും കാര്യങ്ങളും ഒക്കെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനുകളാണ് മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഖോസല കമ്മീഷൻ. ഈ കമ്മീഷനുകളൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള കമ്മീഷനുകളാണ്. മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഖോസല കമ്മീഷൻ. ഇനി നേതാജിയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണ്? ജപ്പാനിലെ റെഗോജി എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ചെങ്കോട്ടയിൽ അല്ലെ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തുന്നത്. അപ്പം ഈ ഒരു ആശയം ആദ്യമായിട്ട് അഭിപ്രായപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ആഗ്രഹപ്രകാരമാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തുന്നത്. സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇനി പറയുന്നത്. ജയ് ഹിന്ദ്, ദില്ലി ചലോ, അതുപോലെ നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അഭിപ്രായങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓർത്തു വെക്കുക, ജയ് ഹിന്ദ്, ദില്ലി ചലോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നീ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർവേഡ് ബ്ലോക്ക് 1939 സ്ഥാപിക്കുന്നു. 1942 ആസാദ് ഹിന്ദ് ഫൗജ്, 1943 അതിന്റെ പേര് INA ഇന്ത്യൻ നാഷണൽ ആർമി എന്നായിട്ട് മാറുന്നു അല്ലെ. അതുപോലെ 1938 ഹരിപുര സമ്മേളനത്തിലും 1939 ത്രിപുരി സമ്മേളനത്തിലും അദ്ദേഹം INC-യുടെ പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഭഗത് സിംഗിനെ കുറിച്ചാണ് നോക്കുന്നത്. ഭഗത് സിംഗ് 1907 മുതൽ 1931 വരെയുള്ള വളരെ ചെറിയൊരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗത് സിംഗിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു സഭയാണ് നവജവാൻ ഭാരത് സഭ. 1926 അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ടായിരുന്ന
ജോൺ പി സാൻഡേഴ്സിനെ അദ്ദേഹം കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ പേരിലാണ് പിന്നീട് അദ്ദേഹത്തിന് വധശിക്ഷയൊക്കെ വിധിക്കപ്പെടുന്നതും അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നതും. അപ്പോൾ ഈ കേസ് ലാഹോർ കോൺസ്പിരസി കേസ് എന്നാണ് അറിയപ്പെടുന്നത്, ലാഹോർ കോൺസ്പിരസി. അപ്പോൾ ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിലെ അംഗമായിരുന്നു. അപ്പൊ ആ കാര്യം കൊണ്ട് ഓർത്തു വെക്കുക. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിലെ അംഗം കൂടിയായിരുന്നു ഭഗത് സിംഗ്. ഭഗത് സിംഗ് ലാഹോറിൽ വെച്ച് ആരംഭിച്ച ഒരു മാസികയാണ് കോംറേഡ്സ്. ഭഗത് സിംഗിന്റെ പ്രശസ്തമായിട്ടുള്ള വാക്കുകളാണ്: അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം, എന്നാൽ ഒരിക്കലും എന്റെ ആശയങ്ങളെ നശിപ്പിക്കാൻ ആവില്ല. അതുപോലെ ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന തൂലികാ നാമങ്ങളാണ് വിദാഹി, ബൽവന്ത്, രഞ്ജിത്ത്. വിദാഹി, ബൽവന്ത്, രഞ്ജിത്ത് എന്നീ പേരുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രബന്ധമാണ് വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്ന് പറയുന്നത് ഭഗത് സിംഗ് രചിച്ച പ്രധാനപ്പെട്ട ഒരു പ്രബന്ധമാണ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രബന്ധം രചിച്ചിരിക്കുന്നത് ഇതാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത് ഇവർ ചേർന്നാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബ് എറിയുന്നത്. 1929 ഏപ്രിൽ 8-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ അത് ഓർത്തു നോക്കുക. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്നാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബ് എറിയുന്നത്. 1929 ഏപ്രിൽ 8-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഭഗത് സിംഗിന് വധശിക്ഷ ലഭിക്കുന്ന ഏത് കേസിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലാഹോർ ഗൂഢാലോചന കേസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കേണൽ സാൻഡേഴ്സിനെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് വധശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ച കേസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലാഹോർ കോൺസ്പിരസി കേസ് അല്ലെങ്കിൽ ലാഹോർ ഗൂഢാലോചന കേസ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നാണ് ആരറിയപ്പെടുന്നത്? ഭഗത് സിംഗ് അറിയപ്പെടുന്നത്. അതുപോലെ ഷഹീദ് ഇ അസം എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. അതായത് ഈ ഷഹീദ് ഇ അസം എന്ന് പറയുന്നതിന്റെ തർജ്ജമയാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നുള്ള ആ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ രക്തസാക്ഷികളുടെ രാജകുമാരൻ അല്ലെങ്കിൽ ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. അതുപോലെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി എന്നറിയപ്പെടുന്നു ഭഗത് സിംഗ് ആണ് കേട്ടോ. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ഭഗത് സിംഗ് ആണ്. ഈ ലാഹോർ കോൺസ്പിരസി, ലാഹോർ ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ട ഭഗത് സിംഗിനെ മാത്രമല്ല തൂക്കിലേറ്റുന്നത് 3 പേരുണ്ടായിരുന്നു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഇവരെ 3 പേരെയും തൂക്കിലേറ്റുകയുണ്ടായി. 1931 മാർച്ച് 23-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ലാഹോർ ജയിലിൽ വെച്ചിട്ടാണ്. ഭഗത് സിംഗ് യുവാക്കൾക്കിടയിൽ ഒരു പുത്തനുണർവിന്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ ഭഗത് സിംഗിന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ലാഹോറിലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ദാദാഭായ് നവറോജി, സുഭാഷ് ചന്ദ്രബോസ്, BR അംബേദ്കർ, രവീന്ദ്രനാഥ് ടാഗോർ, ഭഗത് സിംഗ് ഇവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.